Welcome to all. I am Satish Kumar. നമ്മൾ വയർമാൻ ടെസ്റ്റിന്റെയും റിപ്പീറ്റ് ആയിട്ടുള്ള PSC ടെക്നിക്കൽ ടെസ്റ്റുകളിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ പാർട്ട് 10 കടക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മളിപ്പോ 116ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ബുക്ക് ഹോൾഡർ റിലേ സ്ഥാപിക്കുന്നത് എന്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്? മുൻപൊരു വീഡിയോയിൽ നമ്മൾ ബുക്ക് ഹോൾഡർ റിലേ എവിടെയാണ് സ്ഥാപിക്കുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഏകദേശം അതിന്റെ ഉത്തരം അറിയാവുന്നതാണ്. ബുക്ക് ഹോൾഡർ റിലേ സ്ഥാപിക്കുന്നത് എന്തിനാണ്? ട്രാൻസ്ഫോർമറിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത 117ാമത്തെ ക്വസ്റ്റ്യൻ. പവർ P ഈസ് ഈക്വൽ ടു നമുക്കറിയാം വോൾട്ടേജ് ഇൻറ്റു കറണ്ട് V ഇൻറ്റു I. 118ാമത്തെ ചോദ്യം. MCB യുടെ പൂർണ്ണ രൂപം എന്ത്? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. 119ാമത്തെ ചോദ്യം. RCCB യുടെ പൂർണ്ണ രൂപം എന്ത്? റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. 120. ELCB യുടെ പൂർണ്ണ രൂപം എന്ത്? എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഇന്നിപ്പോ എർത്തിൽ ELCB എന്നുള്ള സാധനം നമുക്ക് കിട്ടാനില്ല, പകരം എല്ലാം RCCB ആയി. 121ാമത്തെ ചോദ്യം. എന്തിന് പകരമായാണ് ഇപ്പോൾ RCCB ഉപയോഗിക്കുന്നത്? അതിന്റെ ഉത്തരമാണ് ഞാൻ നേരത്തെ തൊട്ട് മുകളിൽ പറഞ്ഞത്. ELCBക്ക് പകരമായിട്ടാണ് നമ്മളിപ്പോ RCCB ഉപയോഗിക്കുന്നത്. 122ാമത്തെ ചോദ്യം. ഫ്യൂസിന് പകരമായി നാം ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ഏതാണ്? അതായത് സുരക്ഷാ ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്യൂസിന് പകരമായി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരേ വർക്കിംഗ് ആണ്. ഫ്യൂസിന്റെയും MCBയുടെയും വർക്കിംഗ് ഒന്നാണ്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് MCB ആണ്. ഓക്കെ, 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 123ാമത്തെ ചോദ്യം. ഒരു ട്രാൻസ്ഫോർമറിന്റെ പവർ ഒരു വൈൻഡിങ്ങിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റം ചെയ്യപ്പെടുമ്പോൾ മാറ്റമില്ലാതെ തുടരുന്ന പാരാമീറ്റർ ഏതാണ്? ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് പീസ് ഓഫ് ഇലക്ട്രിക്കൽ അപ്പാരറ്റസ് വിച്ച് ട്രാൻസ്ഫോംസ് one energy from another without changing its frequency എന്നാണ്. അതായത് എന്റെ വോൾട്ടേജും കറണ്ടും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാൻ സാധിക്കും, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും അത് എങ്ങനെയായിരിക്കും? വോൾട്ടേജ് കൂട്ടിയാൽ കറണ്ട് കുറയും, കറണ്ട് കൂട്ടിയാൽ വോൾട്ടേജ് കുറയും. അപ്പൊ ഇങ്ങനെയെല്ലാം പറ്റും, പക്ഷെ ഇതെന്തൊക്കെ തന്നെ ചെയ്താലും അതിന്റെ ഫ്രീക്വൻസിക്ക് യാതൊരു വ്യതിയാനവും ഉണ്ടാക്കാൻ സാധിക്കില്ല. 124ാമത്തെ ചോദ്യം. ശരിയായി ചെയ്തിട്ടുള്ള ഒരു എർത്തിന്റെ അളവ് എത്ര ഓം ആയിരിക്കും? നമ്മൾ ഒരു എർത്തിങ് ചെയ്തിട്ട് അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഓം കിട്ടണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർമലി നമ്മൾ തിയററ്റിക്കലി പറയുന്നത് 1 ഓമിൽ താഴെ എന്നാണ്. എങ്കിലും ഇപ്പോൾ ടെക്നിക്കലി ചെയ്തു വരുന്ന പല ക്വസ്റ്റ്യൻസിലും 2 ഓം അതിൽ താഴെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ തിയററ്റിക്കലി നമ്മൾ പഠിക്കുന്നത് 1 ഓമിൽ താഴെ എന്നാണ്. പക്ഷെ നിങ്ങളുടെ ഓപ്ഷൻസിനകത്ത് ഏറ്റവും ചെറുതായിട്ട് കാണുന്നത് ഏതാണോ അത് തന്നെ എഴുതണം. കാരണം മുൻപ് ഏതോ ഒരു ചോദ്യത്തിന് ഇതുപോലെ 2 ഓം എന്ന് എഴുതിയിരുന്നു. പക്ഷെ അവിടെ ഇതൊന്നും അല്ലാത്തൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അത് തന്നെ എഴുതേണ്ടി വരും. ഓക്കെ, 125ാമത്തെ ചോദ്യം. ഒരു ചെറിയ പവറുള്ള AC മോട്ടോറുകൾക്ക് ഉപയോഗിക്കുന്ന സ്റ്റാർട്ടർ ഏതാണ്? നമ്മുടെ വീട്ടിലെ പമ്പ് സെറ്റ് പോലത്തെ ചെറിയ പവറുള്ളതിനകത്ത് ഉപയോഗിക്കുന്നത് ഏതാണ്? എന്തായാലും സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ അല്ല എന്നുള്ള അറിയാം. പിന്നെ ഏതായിരിക്കും? DOL സ്റ്റാർട്ടർ എന്നായിരിക്കും, ഡയറക്റ്റ് ഓൺ ലൈൻ സ്റ്റാർട്ടർ. 126ാമത്തെ ചോദ്യം. ഒരു വൈദ്യുത പ്രതിഷ്ഠാപനത്തിലെ മാക്സിമം ഡിമാൻഡ് ഒരിക്കലും ഡാഷ് ആകില്ല. അതായത് മാക്സിമം ഡിമാൻഡ് എന്ത് ചെയ്തില്ല? നമ്മളൊരു ഇൻസ്റ്റലേഷനകത്തുള്ള കണക്റ്റഡ് ലോഡിനേക്കാളും ഒരിക്കലും കൂടുതലാകത്തില്ല. ഓക്കെ, ഇനി 127ാമത്തെ ചോദ്യം. ചുറ്റികയുടെ അതായത് ഹാമറിന്റെ സൈസ് പറയുന്നത് എങ്ങനെയാണെന്നാണ്? എന്തിനാണ്? അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അതിന്റെ ഹെഡിന്റെ വെയിറ്റിനനുസരിച്ച് ആണ് നമ്മൾ പറയുന്നത്. പക്ഷെ അത് കിലോയിലോ ഗ്രാമിലോ ഒന്നും അല്ല, നമ്മൾ പൗണ്ടിലാണ് പറയുന്നത് ചുറ്റികയുടെ ഹെഡിന്റെ ഭാരത്തിൽ. 128ാമത്തെ ചോദ്യമാണ്. ഇലക്ട്രിക് ഷോക്കിൽ നിന്നും നമുക്ക് സുരക്ഷ നൽകുന്നത് ഏത് ഉപകരണമാണ്? ഉത്തരം ELCB ആണ്. പക്ഷെ ഇപ്പൊ ELCB അല്ല, നമുക്ക് RCCB ആണ്. ഓക്കെ, ഇനി ഒരു 129ാമത്തെ ചോദ്യമാണ്. ഒരു ട്രാൻസ്ഫോർമർ ഏത് സപ്ലൈയിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്? ട്രാൻസ്ഫോർമർ AC സപ്ലൈയിൽ മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ. അതിന്റെ ഉത്തരം AC സപ്ലൈ.
130ാമത്തതും ഈ വീഡിയോയിലെ അവസാനത്തതുമായ ചോദ്യമാണ്. ഇലക്ട്രിക് ഹീറ്ററിൽ കോയിലിന് വേണ്ടി ഉപയോഗിക്കുന്ന എലമെന്റ് ഏത് ലോഹസങ്കരമാണ്, ഏത് മെറ്റീരിയൽ കോമ്പൗണ്ട് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ഹീറ്ററിൽ ഉപയോഗിക്കുന്നത് നിക്കലും ക്രോമിയവും കൂടെ ചേർത്തിട്ടുള്ള നിക്രോം എന്ന മെറ്റീരിയൽ കോമ്പൗണ്ട്, അത് ലോഹസങ്കരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ 10ാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇതുവരെ ഉള്ള വീഡിയോകളെല്ലാം കണ്ടവർ കമന്റ് ബോക്സിലൂടെയോ അല്ലാതെ നേരിട്ടോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഏതെങ്കിലും രീതിയിലുള്ള തിരുത്തലുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് നമുക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമന്റുകളും അപേക്ഷിച്ച് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 11ാമത്തെ വീഡിയോ വരുന്നതുവരെ കാത്തിരിക്കുക. താങ്ക് യു.